അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, കടം വലിയ അപകടമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. കടത്തിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാം. തൻ്റെ മുന്നിൽ ഒരു മയ്യത്ത് എത്തിയാൽ ഈ വ്യക്തിക്ക് കടമുണ്ടോ എന്നായിരുന്നു അവിടുന്ന് ചോദിച്ചിരുന്നത്. കടം ഉണ്ടെന്നറിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ സ്വാഹിബിനു വേണ്ടി, കൂട്ടുകാരനു വേണ്ടി നമസ്കരിച്ചോളൂ എന്ന് പറഞ്ഞ് പ്രവാചകൻ മാറി നിൽക്കും. കടം ആരെങ്കിലും ഏറ്റെടുത്ത വ്യക്തിയോട് കടത്തിന്റെ ഗൗരവം മനസ്സിലാക്കി കൊടുത്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടി നേതൃത്വം നൽകിയിരുന്നത്. അവിടുന്ന് ധാരാളമായി പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയായിരുന്നു അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ മഅ്സമി വൽ മഗ്റം. അല്ലാഹുവേ, തെറ്റുകുറ്റങ്ങളിൽ നിന്നും കടബാധ്യതയിൽ നിന്നും നീ എന്നെ രക്ഷപ്പെടുത്തണമേ. ഈ പ്രാർത്ഥന അധികരിപ്പിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, താങ്കൾ എന്താണ് ഈ പ്രാർത്ഥന ധാരാളമായി പ്രാർത്ഥിക്കുന്നത്? തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് മറുപടിയായി പറഞ്ഞത്, ഏതെങ്കിലും ഒരാൾ കടബാധിതനായാൽ സംസാരിക്കുമ്പോൾ കളവ് പറയാനും കരാറുകൾ വെച്ചാൽ ലംഘിക്കാനും തുടങ്ങും എന്നാണ്. കടം കൊണ്ട് കുടുങ്ങുമ്പോൾ പിന്നെ നാം ഏത് തിന്മകളിലേക്കും എത്താൻ സാധ്യതയുണ്ട് എന്നർത്ഥം. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ ഒരാൾ തന്നെ കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം സഹായിക്കാൻ തയ്യാറാവുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് പഠിപ്പിച്ചു തന്ന ഒരു പ്രാർത്ഥന ഞാൻ നിന്നെ പഠിപ്പിക്കാം എന്ന് പറയുകയും ചെയ്തു. സ്വൈർ പർവ്വതത്തോളം, ഒരു വലിയ പർവ്വതത്തിന്റെ പേര് പറഞ്ഞ് ആ പർവ്വതത്തോളം കടം നിനക്കുണ്ടെങ്കിലും അത് വീടാൻ അള്ളാഹു നിന്നെ സഹായിക്കുന്ന പ്രാർത്ഥനയാണ് എന്ന് പറയുകയും ചെയ്തുകൊണ്ട് പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹു മുക്ഫിനി ബി ഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബി ഫളിക അമ്മൻ സിവാക്. ഈ പ്രാർത്ഥന നമ്മൾ നിർവഹിക്കുക, കടത്തിൽ നിന്ന് രക്ഷ തേടുക. അള്ളാഹു അതിനു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.